بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, ഈ ആഴ്ച പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്ന രൂപമാണ്. ആദം നബി അലൈഹിസ്സലാമിനെയും ഭാര്യ ഹവ്വാ ബീബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചു. ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളുണ്ടായിരുന്നു. 20 പ്രസവത്തിൽ 40 മക്കൾ. എല്ലാവരും ഇസ്ലാമാണ്, മുസ്ലിമാണ്. അടിസ്ഥാനം തൗഹീദാണ്. അങ്ങനെ ആ സന്താനങ്ങൾ പെറ്റുപെരുകി ഭൂമിയിൽ മനുഷ്യൻ ഭൂമിയിൽ വ്യാപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രംഗത്തെ സംബന്ധിച്ച് പറയുന്നത് വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. മനുഷ്യ സമൂഹം ഒരു ഉമ്മത്തായിരുന്നു, അഥവാ എല്ലാവരും ഇസ്ലാമിലായിരുന്നു, തൗഹീദിലായിരുന്നു. മനുഷ്യന്റെ അടിസ്ഥാനം തൗഹീദാണ്. ഫഖ്തലഫു, പിന്നെ അവർ ഭിന്നിച്ചു, 2 വിഭാഗങ്ങളായി ഭിന്നിച്ചു. ഒരു വിഭാഗം മുവഹിദീങ്ങളും മറുവിഭാഗം തൗഹീദില്ലാത്തവർ മുശ്രിക്കീങ്ങളും. അങ്ങനെ 2 വിഭാഗങ്ങളായി വിഭജിച്ചു. മറ്റൊരായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാന അന്നാസു ഉമ്മതൻ വാഹിദ. മനുഷ്യര്, ആദം സന്തതികള് ഒറ്റ ഉമ്മത്തായിരുന്നു, എല്ലാവരും ഇസ്ലാമിലായിരുന്നു, തൗഹീദിലായിരുന്നു. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അങ്ങനെ അവർ ഭിന്നിച്ചപ്പോൾ ഒരു വിഭാഗം മുവഹിദീങ്ങളായും തൗഹീദിലായും മറുവിഭാഗം ശിർക്കിലായിട്ട് അവർ വേർതിരിഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും മുശ്രിക്കീങ്ങൾക്ക് താക്കീത് നൽകുന്നവരായിക്കൊണ്ടും പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത് അന്ന ഹാദ ശിർക ഹാദിസുൻ കായിനുൻ ഫിന്നാസി ബഅദ അൻ ലം യകുൻ. ശിർക്ക് എന്നുള്ളത് അത് പിന്നീട് ജനങ്ങളിലേക്ക് വന്നതാണ്. അടിസ്ഥാനം തൗഹീദാണ്. മനുഷ്യരുടെ അടിസ്ഥാനം തൗഹീദായിരുന്നു. പിന്നീടാണ് ശിർക്ക് സംഭവിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ, കാന ബൈന നൂഹിൻ വ ആദമ 10 ഖുറൂനിൻ. ആദം നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ കഴിഞ്ഞു പോയിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കള്, അതിലാണ് ഷീസ് നബിയും ഇദ്രീസ് നബിയും വരുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം ആ ഖൗമ്, അവർക്കാണ് ശിർക്ക് സംഭവിക്കുന്നത്. അവരിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ കഴിഞ്ഞു പോയിരുന്നു. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. അവരെല്ലാവരും ഹക്കായ ശരീഅത്തിലായിരുന്നു, ഇസ്ലാമിലായിരുന്നു, തൗഹീദിലായിരുന്നു. ഫഖ്തലഫു. ആ 10ാമത്തെ തലമുറയിൽ നിന്നാണ് അവർ 2 വിഭാഗമായി തിരിഞ്ഞത്. ഒന്ന് ശിർക്കും ഒന്ന് തൗഹീദുമായി തിരിഞ്ഞത്. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നവരായിക്കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം വന്നത് ആ സമൂഹം, ശിർക്ക് സംഭവിച്ച സമൂഹത്തിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം വന്നു. മനുഷ്യ സമൂഹത്തിൽ ആദം സന്തതികളിൽ ആദ്യമായി ശിർക്ക് സംഭവിക്കുന്നതാണ്. സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവരുടെ ഭാഗം وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. ഈ 5
ആരാധ്യന്മാരെ സംബന്ധിച്ച് അള്ളാഹു ആ സൂറത്ത് നൂഹിന്റെ അവസാനം പറഞ്ഞു. ഈ 5 ആരാധ്യന്മാര് അവരിലൂടെയാണ് ആ സമൂഹത്തിന് ശിർക്ക് സംഭവിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഈ 5 ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാം ഏതൊരു സമുദായത്തിലേക്കാണ് വന്നത്, അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്ത 5 ആൾക്കാരുടെ പേരുകളായി പറഞ്ഞത് സൂറത്ത് നൂഹിൽ. ആ 5 പേരുകൾ അസ്മാഉ റിജാലിൻ സാലിഹീൻ, അത് ആ മിൻ ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലുള്ള 5 സാലിഹീങ്ങളുടെ പേരുകളായിരുന്നു അത്. ഫലമ്മ ഹലകു, അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല മഹത്തുക്കളായ സാലിഹ്യങ്ങളായി ജീവിച്ചു, തൗഹീദുള്ളവരായ മുവഹിദുകളായി ജീവിച്ചു. ഫലമ്മ ഹലകു, അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ആ സമൂഹത്തിലേക്ക് ശൈത്താൻ വന്നു. ആ സമൂഹത്തിൽ ശൈത്താൻ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു, അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനു യജ്ലിസൂന അൻസാബ, ആ മഹത്തുക്കള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇബാദത്തുകൾ ചെയ്തിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. വസമ്മൂഹാ ബിഅസ്മാഇഹിം, എന്നിട്ട് ആ മഹത്തുക്കളുടെ അതേ പേരിൽ തന്നെ ആ വിഗ്രഹങ്ങളെയും വിളിക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. ഫഫഅലു, അവർ അത് ചെയ്തു, ആ സമൂഹം അത് ചെയ്തു. അവരുടെ മഹത്തുക്കളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അവരോടുള്ള ആദരവ് ബഹുമാനം അതെന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ മഹത്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരുടെ പേരിൽ അവർ ഇരുന്ന സ്ഥലത്ത്, അവർ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലത്ത് അതിനെ സ്ഥാപിച്ചു. ഫലം തുഅബദ്, അന്നൊന്നും ആ വിഗ്രഹങ്ങൾ, ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നില്ല, അവകൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യപ്പെട്ടിരുന്നില്ല. ഹത്ത ഇദാ ഹലക ഉലൈക, അങ്ങനെ ആ ഒരു സമൂഹം കഴിഞ്ഞുപോയി, ആ ഒരു തലമുറ കഴിഞ്ഞുപോയി. അടുത്തൊരു തലമുറ വന്നു. വതനസ്സഖൽ ഇൽം, അടുത്തൊരു തലമുറക്ക് ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അതിന്റെ പിന്നാമ്പുറത്തിലെ കഥകൾ അറിയാതെയായി. ഈ രൂപങ്ങൾ ആരാണ്, എവിടുന്ന് വന്നു ഈ രൂപങ്ങൾ, അതിന്റെ ഇൽമ്, അറിവ് അവർക്കില്ലാതെ, അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ അറിയാത്തൊരു സമൂഹം, ഒരു തലമുറ, അടുത്തൊരു തലമുറ വന്നു. ഫഉബിദത്, അപ്പോൾ ആ വിഗ്രഹങ്ങൾ, ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടു. അവിടുന്നാണ് മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് ശിർക്ക് സംഭവിക്കുന്നത്. ശിർക്ക് സംഭവിക്കാനുള്ള കാരണം സാലിഹീങ്ങളുടെ ഖബറിനോടുള്ള അവരോടുള്ള അമിതമായ ആദരവും ബഹുമാനവുമാണ്. മഹാൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, അൽ മുശ്രികൂന അസ്ലുഹും സിൻഫാൻ, മുശ്രിക്കീങ്ങള്, മനുഷ്യ സമൂഹത്തിലുള്ള മുശ്രിക്കീങ്ങള്, അവരുടെ അസ്ല് 2 അടിസ്ഥാനമാണ്. അവർക്ക് 2 അടിസ്ഥാനമാണ്. ഒന്ന് ഖൗമു നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗം, അവിടെ നിന്നാണ് ഒരു ശിർക്ക് ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് ഖൗമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൗം. ഇതാണ് ഈ 2 സമൂഹമാണ്, 2 ഖൗമാണ് ശിർക്കിന്റെ 2 അസ്ലുകളായിട്ട് മാറുന്നത്. ഖൗമു നൂഹിൻ കാന അസ്ലു ശിർക്കിഹിം അൽ ഉഖൂഫു അലാ ഖുബൂരി സാലിഹീൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ശിർക്ക്, ആ ശിർക്കിന്റെ അടിസ്ഥാനം അൽ ഉഖൂഫു അലാ ഖുബൂരി സാലിഹീൻ, സാലിഹീങ്ങളുടെ മഹത്തുക്കളുടെ ഖബറിനോടുള്ള അമിതമായ ആദരവും ബഹുമാനവും അതിന്റെ ചുറ്റുമുള്ള ആരാധന കർമ്മങ്ങളുമാണ്. അവിടുന്നാണ് ആ ശിർക്ക് ആരംഭിക്കുന്നത്. അഥവാ മഹത്തുക്കളുടെ ഖബറിന്റെ അടുത്തു നിന്നാണ് ശിർക്ക് ആരംഭിക്കുന്നത്. വഖൗമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, കാന അസ്ലു ശിർക്കിഹിം ഇബാദത്തുൽ കവാകിബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുള്ള ശിർക്ക് അതിന്റെ അടിസ്ഥാനം ഇബാദത്തുൽ കവാകിബാണ്, നക്ഷത്ര ഗോളങ്ങളോടുള്ള ഇബാദത്താണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ കാണിച്ചിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു, അത് മാനപ്പോ ഇതല്ല, ഇതെന്റെ റബ്ബല്ല. നക്ഷത്രങ്ങളെ കാണിച്ചു പറഞ്ഞു ഇതെന്റെ റബ്ബാണ്, അത് മാനപ്പോ ഇതെന്റെ റബ്ബല്ല എന്ന് പറഞ്ഞു. ചന്ദ്രനെ കാണിച്ചു പറഞ്ഞു ഇതെന്റെ റബ്ബാണ്, അത് മാനപ്പോ പറഞ്ഞു ഇതെന്റെ റബ്ബല്ല. പക്ഷെ എന്റെ റബ്ബ് ഇതിനൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത് ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്. കാരണം അതിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ ഷിർക്കിന്റെ അസ്ല് ഇബാദത്തുൽ കവാകിബാണ്, നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന്റെ ഷിർക്കിന്റെ അസ്ല് മഹത്തുക്കളുടെ ഖബറുകളെ ആരാധിക്കലാണ്. അവിടുന്നാണ് ആ ഷിർക്ക് ആരംഭിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം അവരിലേക്കാണ് പ്രവാചകനായിട്ട് വരുന്നത്.
അവർക്കാണ് താക്കീത് നൽകിയത്, മുന്നറിയിപ്പ് നൽകിയത്. ഈ ഭൂമി ലോകത്ത് ആദം സന്തതികളിൽ ആദ്യമായി ശിർക്ക് സംഭവിച്ചതും അവിടെയാണ്, മഹത്തുക്കളുടെ ഖബറിന്റെ അടുക്കലാണ്. നൂഹ് നബി അലൈഹിസ്സലാം വന്നു, അവരിൽ പരിശ്രമം ആരംഭിച്ചു. ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. 4 മക്കളായിരുന്നു നൂഹ് നബിക്ക്: ഹാമ്, സാമ്, യാഫിദ്, കനആൻ. 4 മക്കൾ. ഇതിൽ കനആനാണ് മുസ്ലിം ആയിട്ടില്ല, കാഫിറായിരുന്നു. അതാണ് ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചത്. ബാക്കി 3 ആൾക്കാർ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ വെള്ളപ്പൊക്കത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നശിച്ചു, എല്ലാ വസ്തുക്കളും നശിച്ചു. ആ കപ്പലിൽ കയറിയവർ മാത്രം അവിടെ ബാക്കിയായത്. അപ്പോൾ നമ്മുടെ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നസബ് പരിശോധിച്ചാൽ എല്ലാ മനുഷ്യരും ചെന്നെത്തുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആ 3 മക്കളിലേക്കാണ്. അതില് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സാം അബുൽ അറബ്, അറബികളുടെ ഉപ്പയായിട്ട് അറിയപ്പെടുന്നതാണ്. അറബികൾ, സാമിൽ നിന്നാണ് അറബികൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഹാം അബുൽ ഹബഷ, ആഫ്രിക്കക്കാർ, ഹബഷക്കാർ, അത് ഹാമിന്റെ സന്തതികളാണ്. യാഫിസ് അബുർ റൂം, റോമിന്റെ ആൾക്കാരാണ്. യാഫിസ് നിന്നാണ് റോം വരുന്നത്, റോമിന്റെ ആൾക്കാർ. അതുപോലെ തന്നെ യജൂജ് മജൂജ്, അതൊക്കെ ഈ യാഫിത്തിന്റെ മകനന്റെ സന്തതികളാണ്. ഈ 3 മക്കളും മുസ്ലിങ്ങളായിരുന്നു. അപ്പം നമ്മുടെ ഈ മനുഷ്യരുടെ ഈ അസ്ല്, അവരുടെ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ഈ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഈ 3 മക്കളിലേക്കാണ്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം ആ സമുദായത്തിന് ഉത്ബോധിപ്പിച്ചത്, അവർക്ക് ശിർക്ക് സംഭവിച്ചത് മഹത്തുക്കളുടെ ഖബറുകളെ, അവർ മരിച്ചപ്പോൾ ആ ഖബറിനെ അവർ എന്ത് ചെയ്തു? ആ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അഥവാ ജാറ സംസ്കാരത്തിലൂടെയാണ് ലോകത്ത് ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ചത്. അല്ലാണ്ട് അന്ന് വേറെ മതങ്ങളില്ല, വേറെ ആരാധ്യന്മാരില്ല, വേറെ ദൈവങ്ങളില്ല. അന്ന് ആ സമൂഹം ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആ സ്വാലിഹീങ്ങളുടെ രൂപങ്ങളെ കണ്ടിട്ടില്ല. അള്ളാഹുവിന് തുല്യമായിട്ട്, അള്ളാഹുവിനെ പോലെ അള്ളാഹു, അള്ളാഹുവിനെ പോലെ റബ്ബ് എന്ന രീതിയിൽ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. മക്കത്തെ മുശ്രിക്കീങ്ങളും അവർ ആ വെച്ചിരുന്ന ആ വിഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് തുല്യമായിട്ട് കണ്ടിട്ടില്ല. അള്ളാഹിനെ പോലെ അള്ളാഹ്, അള്ളാഹിനെ പോലെ ഒരു റബ്ബ്, റബ്ബിനെ പോലെ ഒരു റബ്ബ്, അങ്ങനെ ഒരിക്കലും അവർ ആ വിഗ്രഹങ്ങളിൽ കണ്ടിട്ടില്ല. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം അന്ന് ആ ബഹുമാനിച്ച് ആദരിച്ച് ഇബാദത്ത് ചെയ്ത ആ 5 വിഗ്രഹങ്ങൾ, സാലിഹീങ്ങൾ, മഹത്തുക്കളായ രൂപങ്ങൾ, ആ രൂപങ്ങളാണ് പിന്നീട് അറബികളിലേക്ക് വന്നത്. അറബികളിലേക്ക് ആദ്യമായിട്ട് ഈ വിഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്നത് അംർ ബിൻ ലുഹൈയാണ്. അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ. അദ്ദേഹം മക്കക്കാരനാണ്. ഷാമിലേക്ക് കച്ചവട യാത്രക്ക് വേണ്ടി പോകും. അങ്ങനെ പോകുമ്പോൾ അവിടെ ഈ വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്നാണ് അദ്ദേഹം ആ ചങ്ങായി ഒരു വിഗ്രഹം കൊണ്ടുവരുന്നത് കാബയിലേക്ക്. അങ്ങനെ ആ വിഗ്രഹം കൊണ്ടുവന്നു, അത് കാബയുടെ അടുത്ത് വെച്ച് അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയാണ്, റഅയ്തു അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ. അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇനെ കണ്ടു. യജുറു ഖുസ്ബഹു ഫിന്നാരി, അവൻ നരകത്തിൽ അവന്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് നടക്കാണ്. വകാന അവ്വലു മൻ സയ്യവ സവാഇബ്, അവനാണ് ആദ്യമായിട്ട് അറബികളിലേക്ക് ശിർക്കിന്റെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത്, ശിർക്കിന്റെ ഓരോ രൂപങ്ങൾ കൊണ്ടുവന്നത്. അടുത്ത ഒരു ആയത്ത്, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽം. ഫമൻ അദ്ലം, ഏറ്റവും വലിയ, അവനേക്കാൾ അക്രമിയായ വേറൊരാളുണ്ട്. മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിനെതിരെ ആരോപണം പറഞ്ഞവൻ. ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമില്ലാതെ ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെതിരെ പറഞ്ഞവൻ, അവനേക്കാൾ അക്രമി വേറാറുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദി മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളായ, അതിക്രമികളായ ആൾക്കാരെ ഹിദായത്തിലാക്കുകയില്ല. ഈ ആയത്ത് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ആയത്തിൽ ആദ്യത്തെ ഖിതാബ്, ഈ ആയത്തുകൊണ്ട് ആദ്യമായി ഉദ്ദേശിക്കുന്നത് അംർ ബിൻ ലുഹൈനെയാണ്. അവനാണ് അറബികളെ, ഇബ്രാഹിം സന്തതികളെ അറബികളെ തെറ്റിച്ചത്, വിഗ്രഹ ആരാധനയിലേക്ക് അവനാണ് കൊണ്ടുപോയത്. ഇപ്പൊ ഈ ആയത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം അംർ ബിൻ ലുഹൈ ആണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന രൂപങ്ങൾ, ആ മഹത്തുക്കൾ, ആ സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ 5 പേരുകൾ,
സ്വാറത്തിൽ ഔസാനുല്ലത്തി കാനത് ഫി ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന ആ 5 വിഗ്രഹങ്ങൾ, 5 രൂപങ്ങൾ, അത് പിന്നീട് ഫിൽ അറബി ബഅദു, ശേഷം അറബികളിലേക്കും അതെത്തി. അതിനർത്ഥം ആ മഹത്വക്കൾ എന്നായിരുന്നു, മഹത്വകരിച്ചിട്ട് തന്നെയാണ് പിന്നീട് എത്തിയത്. വേറൊരു ദൈവമായിട്ടോ വേറൊരു ഇലാഹായിട്ടോ അല്ല അറബികളിലേക്ക് എത്തിയത് ആ വിഗ്രഹങ്ങൾ. ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യമായിട്ട്, അള്ളാഹിനെ പോലൊരു അള്ളാഹായിട്ട് ഈ വിഗ്രഹങ്ങൾ അവർ കണ്ടിരുന്നില്ല. ആ മഹത്വക്കൾ അതേപോലെ മഹത്വവൽക്കരിച്ചിട്ടാണ് അറബികളിലേക്ക് എത്തിയത്. ഇബ്ൻ അബ്ബാസ് പറയാണ്, അമ്മ വദ്ദുൻ, വദ് എന്ന മഹാന്റെ രൂപം, കാനത് ലികൽബിൻ ബിദൗമത്തിൽ ജന്ദൽ, ദൗമത്തുൽ ജന്ദൽ എന്ന സ്ഥലത്തുള്ള കൽബ് ഗോത്രത്തിനായിരുന്നു വദ് എന്ന വിഗ്രഹം അവർ ഇബാദത്തുകൾ ചെയ്തിരുന്നത്. അമ്മ സുവാഉൻ കാനത് ലിഹുദൈലിൻ, സുവാ ആ മഹാന്റെ വിഗ്രഹം സ്വീകരിച്ചത് അവർ അതിനുവേണ്ടി ഇബാദത്ത് ചെയ്തിരുന്നത് ഹുദൈൽ ഗോത്രമാണ്. അമ്മ യഗൂസു ഫകാനത് ലിമുറാദിൻ സുമ്മ ലിബനി ഗുതൈഫിൻ ബിൽ ജൗഫി ഇൻദ സബ അറിയാലോ, മൂസ നബി സുലൈമാൻ നബി ആ സംഭവം നടക്കുന്നത്. ആ സബന്റെ രാജ്യത്തിൽ അടുത്തുള്ള ജൗഫ് എന്ന സ്ഥലത്തുള്ള ബനു ഗുതൈഫ്, ആ ഒരു ഗോത്രത്തിനാണ് യഗൂസിനെ കിട്ടിയത്. ആദ്യത് മുറാദിനായിരുന്നു. മുറാദ് വലിയൊരു ഗോത്രമാണ്, അതിൻ്റെ ഒരു ചെറിയ ഗോത്രമാണ് ബനു ഗുതൈഫ്. പിന്നീട് ആദ്യം മുറാദിനായി, പിന്നെ അത് ബനു ഗുതൈഫിലേക്ക് മാറി. അമ്മ യഊഖ് വകാനത് ലിഹംദാൻ, യഊഖ് എന്നുള്ള ആ മഹാന്റെ വിഗ്രഹം കിട്ടിയത് ഹമദാൻ ഗോത്രത്തിനായിരുന്നു. അവർ അതെന്ത് ചെയ്തു, ഇബാദത്ത് ചെയ്തു വന്നു. അമ്മ നസ്ർ ഫകാനത് ലിഹിമ്യറ ലിആലിദിൽ കല, അത് യമന്റെ ഭാഗത്താണ്. യമന്റെ രാജകുടുംബത്തിന് ആലിദിൽ കല എന്ന് പറയാം. അപ്പൊ ആ രാജകുടുംബം ആരാധിച്ചിരുന്നത് നസ്റിന്റെ വിഗ്രഹമായിരുന്നു. അങ്ങനെ ഈ 5 മഹത്തുക്കളുടെ വിഗ്രഹം പിന്നീട് എവിടെ എത്തി, അറബികളിലേക്കും എത്തി. അപ്പോൾ അറബികളും ഒരിക്കലും ഈ വിഗ്രഹങ്ങളെ മഹാന്മാരുടെ വർക്കത്തായിട്ടേ കണ്ടിരുന്നുള്ളൂ. അവർ എന്തില്ല, അള്ളാഹു തുല്യമായിട്ട് ആ വിഗ്രഹങ്ങളെ കണ്ടിരുന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയാണ്, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാം, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ മറ്റു വലിയകളെ സ്വീകരിക്കുന്ന ആൾക്കാർ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ, അവർ പറയും മാ നഅബുദുഹും, ഈ നമ്മൾ ആരൊക്കെയാണോ സ്വീകരിക്കുന്നത്, മാ നഅബുദുഹും എന്നാ പറഞ്ഞത്. അഥവാ മഹത്തുക്കൾ, ഹും മനുഷ്യന്മാരിലേക്ക് മടങ്ങുന്ന സ്വീകരണം, ബുദ്ധിയുള്ളവരിലേക്ക് മടങ്ങുന്ന സ്വീകരണം ഹും. അപ്പൊ ആ മഹത്തുക്കളെ നാം സ്വീകരിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി നാം ഇബാദത്തുകൾ ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ ആ രൂപങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നേർച്ച വഴിപാടുകൾ നടത്തുന്നു, ബലിയറുക്കുന്നു, അതിന് സുജൂദ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ആ മഹത്തുക്കൾ നമ്മളെ പടിപടിയായി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ആൾക്കാർ, ജാറ സംസ്കാരത്തിന്റെ ആൾക്കാർ എന്താണോ പറയുന്നത് അതേ വാക്കാണ് അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ചും പറഞ്ഞത്. അവരുടെ വിഗ്രഹങ്ങൾ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ. അതേ വാക്കാണ് ഇന്നും പറയുന്നത്. അപ്പൊ ഈ മഹത്തുക്കളിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ എന്തൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് അതിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. മറ്റൊരായത്തിൽ അള്ളാഹ് പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. ആദ്യത്തെ ആയത്ത് ആ ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതല്ല, ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ കഅബക്ക് ചുറ്റും വെച്ച വിഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹുക്ക് തുല്യമായിട്ട് അവർ കണ്ടിരുന്നില്ല. അള്ളാഹുക്ക് തുല്യമായി കണ്ടിരുന്നെങ്കിൽ അവരിലൂടെ അള്ളാഹുലേക്ക് എത്തേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് മുകളിലാണ് അള്ളാഹു. ആ അള്ളാഹുലേക്ക് എത്താനാണ് ഇടയാളന്മാരായിട്ടാണ് ആ വിഗ്രഹങ്ങളെ മക്കത്തെ മുശ്രിക്കീങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഒരിക്കലും അള്ളാഹുക്ക് തുല്യമായിട്ട് കണ്ടിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരിലൂടെ അള്ളാഹിലേക്ക് എത്തേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിന്റെ അടുക്കൽ പോകുന്നത് തുല്യമായിട്ട് കാണുമെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ പോകുന്നത് പോലെ തന്നെ ഇവരുടെ അടുക്കൽ പോകാമായിരുന്നില്ല. ഒരിക്കലും മക്കത്തെ മുശ്രിക്ക് എന്തില്ല, അള്ളാഹിനെ പോലെ അള്ളാഹുവായിട്ട് ആ വിഗ്രഹങ്ങളെ കണ്ടിരുന്നില്ല. അടുത്ത ആയത്ത് പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കൾ. ആ വെറും രൂപങ്ങൾക്ക് മുമ്പിൽ ചെന്നിട്ടാണ് അവർ എന്താണ് ഇബാദത്തുകൾ ചെയ്യുന്നത്. വയഖൂലൂന, എന്നിട്ട് അവർ പറയും,
ആ ഒന്ന് അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത രൂപങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് അതിന് ഇബാദത്തുകൾ ചെയ്തിട്ട് അവർ പറയും അവർ പറയും ഈ വിഗ്രഹങ്ങൾ, ഈ മഹത്തുക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ശുപാർശകരാണെന്ന് അവർ പറയും. മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ ആയത്താണ്. അതിന് കറക്റ്റ് എവിടെ കൊള്ളുന്നത്? നമ്മുടെ നാട്ടിലെ ജാറ സംസ്കാരത്തിന്റെ ആൾക്കാർ. അവരൊരിക്കലും ഈ കിടക്കുന്ന നമ്മുടെ റബ്ബാണ്, നമ്മൾ അല്ലാഹു അവരും പറഞ്ഞിട്ടില്ല. മക്കത്തെ മുശ്രിക്കും പറഞ്ഞിട്ടില്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞേ? നമ്മുടെ ശുപാർശകരാണ്, അള്ളാഹിന്റെ അടുക്കൽ നമ്മളെ അടുപ്പിക്കുന്നവരാണ്, അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. ഇതേ വാക്കാണ് അന്ന് മക്കത്തെ മുശ്രിക്കും അവരുടെ വിഗ്രഹങ്ങളായ ആ മഹത്തുക്കളെ സംബന്ധിച്ചും പറഞ്ഞത്. അവരുടെ വിഗ്രഹങ്ങളോ അതും ഇതേപോലെ അത് മഹത്തുക്കളെന്ന് ഖുർആൻ അംഗീകരിച്ചതാണ്. പക്ഷെ ഇവരുടേതോ മഹത്തുക്കളെന്ന് പറയപ്പെടുന്നവരാണ്, അത് മഹത്തുക്കളാണെന്ന് ഉറപ്പായിട്ടില്ല. ഇമാം ശൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനൊക്കെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, هذا النوع من ادعاء الشفعاء واتخاذ المعبودات من دون الله وسائط من أصول كفر الكفار. ഈ ഒരു വാദം മിൻ ഇദ്ദിആഇ ശുഫഅ, മഹത്തുക്കളെ വെച്ചിട്ട്, മരിച്ച മഹത്തുക്കളെ വെച്ചിട്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശകരാകുമെന്നുള്ള ആ ഒരു വാദം, വത്തിഖാദിൽ മഅബൂദാതി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവരെ മഅബൂദായി ഇബാദത്ത് ചെയ്യപ്പെടുന്നവരായിട്ട് സ്വീകരിക്കുന്നുള്ള വാദം, വസായിത അവരങ്ങനെ അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിൽ ആ മഹത്തുക്കളെ ഇടയാളന്മാരായി സ്വീകരിക്കുക എന്നുള്ളതും മിൻ ഉസൂലി കുഫ്രിൽ കുഫാർ, കാഫിരീങ്ങളുടെ കുഫറിന്റെ അടിസ്ഥാനം അതാണ്. കാഫിരീങ്ങളുടെ കുഫറിന്റെ അടിസ്ഥാനം ഇന്ന് ഈ പറയുന്ന ആൾക്കാർ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് ഇമാം ശൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കാം. ഇതാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽ നടന്ന ശിർക്കും അതേ ശിർക്കാണ്, അതേ മഹത്തുക്കളെ വെച്ചിട്ടാണ് അറബികളിൽ നടന്ന ശിർക്കും. രണ്ടും തുല്യാണ്. പിന്നീട് ഈ ശിർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തൊരു ജസീറത്തുൽ അറബ് ശിർക്കില്ലാതായി, സഹാബാക്കളുടെ പരിശ്രമത്തിലൂടെ ശിർക്കില്ലാതായി. പിന്നെ മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് അകന്നു. പിന്നീട് ഈ ശിർക്ക് ഈ സമുദായത്തിലേക്ക് വരുന്നത് ഷിയാക്കളിലൂടെയാണ്. പിന്നീട് ഉബൈദിയാക്കള്, ഫാത്തിമിയാക്കള്, അതുപോലെ തന്നെ ഇസ്മായിലിയാക്കൾ, ഇവരാണ് പിന്നെ ജാറ സംസ്കാരം ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഉമ്മത്തിൽ പിന്നീട് അറബികളിൽ എങ്ങനെയാണോ ശിർക്ക് രണ്ടാമത് സംഭവിച്ചത് അതേപോലെ ഈ ഉമ്മത്തിലേക്ക് പിന്നീട് ശിർക്ക് സംഭവിച്ചത് ഷിയാക്കളിലൂടെയാണ്. അവരാണ് പിന്നെ ഈ ജാറ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിപ്പം തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ശിർക്ക് ഈ സമൂഹത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് വന്നൊരു ചെറിയൊരു രൂപം. വൽഹാസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് വരാനുള്ള ഒന്നാമത്തെ കാരണം മഹത്തുക്കളുടെ ഖബറിനെ അമിതമായി ആദരിക്കലും ബഹുമാനിക്കലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലാണ് അത് സംഭവിച്ചത്. പിന്നീട് അറബികളിൽ അത് സംഭവിച്ചു. പിന്നീട് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കുഫറിന്റെ അടിസ്ഥാനം, ഷിർക്കിന്റെ അടിസ്ഥാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലാണ്. ഇബാദത്തുൽ കവാക്കിബ്, നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കല്, ബഹുമാനിക്കല്, അതിനോട് ഇബാദത്തുകൾ ചെയ്യൽ, അത് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലുള്ള ഷിർക്കാണ് ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷിർക്കിന്റെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.